സുഹൃത്തുക്കളെ, ഞാനിന്ന് നിൽക്കുന്നത് അങ്കമാലിക്കടുത്ത് മഞ്ഞപ്പറ തട്ടുപാറ എന്ന പ്രശസ്തമായ ഒരു പള്ളിയാണ്. അത് 14 സ്ഥലങ്ങളോടിയ മലയാറ്റൂർ കുരിശുമല പോലെ തന്നെ 14 സ്ഥലങ്ങളുള്ള ഒരു തട്ടുപാറ പള്ളിയാണ്. ഇവിടെയാണ് തോമാസ് ലീഗ വിശ്രമിക്കാനും ധ്യാനത്തിനും വേണ്ടി നിർമ്മിച്ച ഒരു ഗുഹയുണ്ട്. അപ്പൊ ഓക്കെ, നല്ല അടിപൊളി പ്ലേസ് ആണ്. ഈ 23, 24, 25, 26 തീയതികളിലാണ് ഇവിടെ പെരുന്നാൾ വരുന്നത്. അപ്പൊ ഈ നാട്ടിലുള്ള ജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും 21, 24, 25 തീയതികളിൽ തട്ടുപാറ പള്ളിയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, യേശു ശിഷ്യനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഓർമ്മയിൽ തട്ടുപാറ 40-ാം വെള്ളി ആഘോഷത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. മഞ്ഞപ്ര പരിസരത്ത് മലയാറ്റൂർ മഴയുടെ അടിവാരത്ത് താഴ്വാരങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തട്ടുപാറ കുരിശുമല, അത് 40-ാം വെള്ളി ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ചയും അതിനുശേഷം ഏപ്രിൽ 23, 24, 25 തീയതികളിലായിട്ട് തട്ടുപാറയിൽ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു. 26-ാം തീയതി തട്ടുപാറ ആ പള്ളി എറണാകുളം മെത്രാപ്പൊലിത്ത ആയിരുന്ന കണ്ടത്തിൽ മാർ അഗസ്തീനോസ് മെത്രാപ്പൊലിത്ത അവിടെ പണ്ടുകാലത്ത് 1925 ഏപ്രിൽ 13-ാം തീയതി പള്ളി വെഞ്ചരിച്ചതിൻ്റെ ഓർമ്മ ജൂബിലി ആഘോഷങ്ങൾ നടത്തുകയാണ്. ഏപ്രിൽ 26-ാം തീയതി. ഏപ്രിൽ 27-ാം തീയതിയാണ് തട്ടുപാറ തിരുനാൾ ആഘോഷം നടക്കുന്നത്, പുതുഞായർ തിരുനാൾ ആഘോഷം. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള തട്ടുപാറ മലയുടെ അതുപോലെ തോമാസ് ശ്ലീഹ വിശ്രമിച്ചു എന്ന് കരുതുന്ന ഗുഹ സ്ഥിതി ചെയ്യുന്ന തട്ടുപാറ മലയിലേക്ക് ഓരോ ദിവസവും അനേകം ആളുകളാണ് തീർത്ഥാടകരായി. വെള്ളിയാഴ്ച വൈകിട്ട് തോമാസ് ശ്ലീഹായുടെ ഓർമ്മയിൽ അടിവാരം മലയാറ്റൂർ മല കയറാൻ സാധിക്കാത്തവർ കയറാവുന്ന വിധത്തിൽ തട്ടുപാറ ചെറിയ ഒരു മലയും നടത്തുകയും തട്ടുപാറയുടെ വഴിയും എല്ലാം ഉള്ള തട്ടുപാറ മലയിലേക്ക് ദിവ്യബലിയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ശേഷം നേർച്ച കഞ്ഞിയും ക്രിസ്തു ശിഷ്യനായ തോമാസ് ശ്ലീഹായോട് ചേർന്ന് നമുക്ക് ആഘോഷങ്ങൾ വെള്ളിയാഴ്ച ആഴ്ചയിൽ തട്ടുപാറയിലെത്തി നിന്ന് തട്ടുപാറ പള്ളി ഈശോയുടെ പീഡാസഹനവും വഴി ആരംഭിക്കും. അനുസ്മരിക്കാൻ നേരം ആ പീഡാസഹനങ്ങളിലെത്തി പങ്കുചേർന്ന് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ നേടാനും അവരെയും സ്വാഗതം ചെയ്യുന്നു. ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ അവസാനിക്കും. തട്ടുപാറ പുതുഞായർ തിരുനാൾ ഏപ്രിൽ 27-ാം തീയതി നടക്കുകയാണ്. അന്നേ ദിവസം വളരെയധികം ഭക്തജനങ്ങൾ തട്ടുപാറ മലയിൽ എത്തിച്ചേരുകയും തിരുനാളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. തിരുനാൾ സന്ദേശത്തിന് ശേഷം, തിരുനാൾ കുർബാനയ്ക്കും സന്ദേശത്തിന് ശേഷം നേർച്ചകഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. തട്ടുപാറയിൽ സന്ദർശിക്കുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളെപ്പോഴും വളരെ ശുചിത്വമായി തട്ടുപാറ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. അതുപോലെ തന്നെ പാറയുടെ സൈഡുകളിലും മറ്റും അപകടകരമായ മേഖലകളിൽ പോകാതിരിക്കുക. അവിടെ കൊച്ചുകുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു തിരുനാൾ ആശംസകൾ നേരുന്നു. പെരുന്നാളിന് വരുന്നവർക്ക്, ധ്യാനത്തിനും വരുന്നവർക്ക് വണ്ടി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ സൗകര്യം, താഴത്ത് വണ്ടി സൗകര്യം ഉണ്ടാവും. അവ കയറാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും വാഹന സൗകര്യമുണ്ട്. അതുപോലെ തന്നെ തോമാസ് ലീഗയുടെ മരത്തിൽ തീർത്ത രൂപമാണ്. 100 കൊല്ലം മുന്ന് പഴക്കമുള്ള മരത്തിൽ തീർത്ത രൂപമാണ്. അത്രയും പുരാതന രൂപക്കൂടും ഇതെല്ലാം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുഹ, തോമാസ് ലീഗ വിശ്രമിച്ച ഗുഹയുണ്ട് തട്ടുപാറയിൽ. ഏവർക്കും എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. തട്ടുപാറയിലേക്ക് മല കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വാഹനം മേരിഗിരി കൂടി കറങ്ങി ഇടമലയാർ കനാലിൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് വാഹനം എത്തിച്ചേരുന്നതാണ്. മുകളിൽ തന്നെ മുകളിൽ പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളുണ്ട്. വിശാലമായ പാറയിൽ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാം അതിനുള്ള. അപ്പൊ ഞങ്ങൾ അവസാന ഇതാണ് കണ്ടേ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. 1-ാം സ്ഥലം
രണ്ടാം സ്ഥലം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതാണ് മുൻവശം. ഇനിയിപ്പോ നടന്ന് കയറാൻ പറ്റാത്തവർക്ക് മേരിഗിരിക്ക് കനാൽ ബണ്ടുമോടെ വന്ന ഈ പള്ളിയുടെ പുറയിൽ വരാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.